എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നമ്മുടെ പ്രാക്ടീസ് നമ്മുടെ ബാക്ക് പെയിൻ, നമ്മുടെ നടുവേദന എങ്ങനെ നമുക്ക് പരിഹരിക്കാം അല്ലെങ്കിൽ കുറയ്ക്കാൻ പറ്റും, എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, വരാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം, നടുവിലെ മസിൽസുകൾ എല്ലിനൊക്കെ ബലം കിട്ടാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വർക്കൗട്ടുകളും ഉള്ള പ്രാക്ടീസുകളുമാണ് നമ്മൾ ചെയ്യുന്നത്. കഴിക്കേണ്ട ഫുഡിനെ കുറിച്ചും ചില വർമ്മ ട്രീറ്റ്മെൻറ്റുകളും ഉണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് വരാം. എന്നാലും നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്ന ഫുഡുകൾ കൂടുതൽ കഴിക്കുക, അതുപോലെ തന്നെ കാൽസ്യം കൂടുതലുള്ള ഫുഡുകൾ കഴിക്കുക. എല്ലാ ഫുഡുകളും നമുക്ക് മിതമായ രീതിയിൽ കഴിക്കുക. ഏത് ഐറ്റം കൂടിയാലും നമുക്ക് പ്രശ്നമാണ്. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കുക. മുട്ട കഴിക്കാവുന്നതാണ്. മുട്ട രാവിലെയും വൈകിട്ടൊക്കെ കഴിക്കുന്നത്, പുഴുങ്ങി കഴിക്കുന്നത്, വളരെ ബോയിൽ ചെയ്ത് കഴിക്കുന്നത് നല്ലതാണെന്ന് നോക്കുക. അപ്പം അത് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. മുട്ടയുടെ മഞ്ഞയ്ക്കകത്തൊക്കെ വൈറ്റമിൻ ഡി ഉണ്ട്. നമുക്കത് കഴിക്കാവുന്നതാണ്. ഹെൽത്തി കൊളസ്ട്രോളാണ്, നല്ല കൊളസ്ട്രോളാണ് കൊണ്ട് ധൈര്യമായിട്ട് കഴിക്കുക. HDL കൊളസ്ട്രോളാണ്. ഓക്കെ, നമുക്ക് അപ്പം ഫുഡിനെ കുറിച്ചുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എഴുതാം. ഇന്ന് നമുക്ക് കുറച്ചൊരു 10-15 പ്രാക്ടീസ് നമുക്കതിലൂടെ ചെയ്യാം. ഒന്നാമതായിട്ട് നമ്മൾ നിൽക്കുന്നതും ഇരിക്കുന്നതും പൊസിഷനിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നിവർന്നിരിക്കാൻ ശ്രദ്ധിക്കുക. കസേരയിലിരുന്ന് കമ്പ്യൂട്ടറിന് മുമ്പിലിരുന്ന് ജോലി ചെയ്യുമ്പോൾ നട്ടെല്ല് നിവർത്തിയിരിക്കാൻ ശ്രദ്ധിക്കുക. കുറേ നേരം ഇരുന്നതിന് ശേഷം നമുക്ക് നടുവിന് നല്ലൊരു റിലാക്സ് സ്ട്രെച്ചിങ് കൊടുക്കുക. ഫ്രണ്ടോട്ട് കൈകളും നിർത്തി സ്ട്രെച്ചിങ് കൊടുക്കുക, ഒന്ന് റിവേഴ്സ് സ്ട്രെച്ചിങ് കൊടുക്കുക. ഇതൊക്കെ വളരെ ഒരു നടുവിനൊരു റിലാക്സ് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ശ്രദ്ധിക്കുക. ഒരു ഇരിപ്പ് എപ്പോഴും വളഞ്ഞിരിക്കാണ്ട് നിവർന്നിരിക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നിൽക്കുന്ന സമയത്താണെങ്കിലും നമ്മളത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പ്രാക്ടീസിലേക്ക് പോകാം. ഒന്നാമത്തെ സ്റ്റെപ്പ് മാർജരാസനം പൊസിഷൻ. ഷോൾഡർ ലെവല്, കൈമുട്ടുകൾ നേരെ താഴേക്ക്, കൈകൾ പതിപ്പിച്ച് കാൽമുട്ടുകൾ നേരെ താഴേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ മുകളിലേക്ക് നോട്ടം. നന്നായിട്ട് നടുവിന് സ്ട്രെച്ചിങ് കൊടുക്കണം. യു ഷേപ്പിൽ നടുവ് ബെൻഡാക്കുക. ഇനി ശ്വാസം വിട്ടുകൊണ്ട് നേരെ കാൽപാദങ്ങളിലേക്ക് നോട്ടം, കാൽ വിരലുകളിലേക്ക് നോട്ടം. ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് കാൽപാദങ്ങളിലേക്ക്. ഈ ബ്രീത്തിങ് ശ്രദ്ധിക്കുക. ഇതൊരു 15-20 പ്രാവശ്യം നമ്മളത് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വ്യാഘ്രാസനം പൊസിഷൻ. നമുക്ക് ശ്വാസം വിട്ടുകൊണ്ട് കാൽമുട്ട് നെറ്റിയിലേക്ക് മുട്ടിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കാലുകൾ വളച്ച് നമ്മുടെ തലയുടെ പുറകിലേക്ക് കൊണ്ടുവരിക. മുകളിലേക്ക് നോട്ടം. ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് നെറ്റി കാൽമുട്ടിലേക്ക് എന്ന രീതിയിൽ അതൊരു 15-20 പ്രാവശ്യം ചെയ്യുക. രണ്ട് കാലും മാറി മാറി ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട്. അടുത്ത പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഷഡ്പദാസനം പൊസിഷൻ. അതേ പൊസിഷൻ തന്നെ കാൽമുട്ട്, വലത് കാൽമുട്ട് കൈയുടെ ഒപ്പം തന്നെ കയറ്റി വയ്ക്കുക. ഇടത് കാൽപാദം സ്ട്രെയിറ്റ് ആക്കി നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് മുകളിലേക്ക് നോട്ടം. ഇനി ശ്വാസം വിട്ടുകൊണ്ട് നെറ്റി തറയിലേക്ക്, ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്. ഇത് നമുക്കൊരു 10-15 പ്രാവശ്യം വെച്ചിട്ട് ഓരോന്നും ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ലെഗ് അതുപോലെ തന്നെ മടക്കി വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് നെറ്റി തറയിലേക്ക്. ഈ ഒരു സ്ട്രെച്ചിങ് നമുക്ക് നടുവിന് വളരെ റിലാക്സിങ് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തത് നമുക്ക് നന്നായിട്ടൊന്ന് വജ്രാസനം പൊസിഷൻ. കാൽമുട്ടൊക്കെ മടക്കി റിലാക്സ് ആയിട്ടിരിക്കുക. കൈകൾ സൈഡിലേക്ക് കുത്തി നന്നായിട്ടൊന്ന് ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് നെറ്റിന്ന് തറയിലേക്ക്, ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു വരിക. അടുത്ത സ്റ്റെപ്പ് കൈകൾ നിവർത്തി ശ്വാസം വിട്ടുകൊണ്ട് നെറ്റി തറയിലേക്ക്, ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു വരിക. ബ്രീത്തിങ് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമുക്കൊന്ന് റിലാക്സ് ആവാൻ വേണ്ടി, ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ റിലാക്സ് ചെയ്യാൻ വേണ്ടി കാൽമുട്ടുകൾ അല്പം ഒന്ന് അകത്ത് വെച്ച് ശശാങ്കാസനം പൊസിഷൻ. കൈകളൊന്ന് സ്ട്രെയിറ്റ് ആക്കി താടി തറയിൽ പതിപ്പിച്ച് വളരെ റിലാക്സ് ആയിട്ട് റെസ്റ്റ് പൊസിഷനിൽ കിടക്കാവുന്നതാണ്. വീണ്ടും നിവർന്നു വരിക. അതേ പൊസിഷൻ. നെക്സ്റ്റ് നമുക്ക് ഉഷ്ട്രാസനം പൊസിഷൻ നോക്കുക. പതിയെ പതിയെ പ്രാക്ടീസ് ചെയ്യുക. ഒറ്റയടിക്ക് നമുക്ക് പാടായിരിക്കും. കൈകൾ നേരെ ബാക്കിലേക്ക് ഇതേ പൊസിഷനിൽ സ്ട്രെച്ച് ചെയ്യുക. അതിനുശേഷം സുപ്ത വജ്രാസനം പൊസിഷൻ. കൈമുട്ടുകൾ തറയിലേക്ക് പതിപ്പിച്ച് തലയുടെ മധ്യഭാഗം തറയിൽ ഉറപ്പിച്ച് സ്ട്രെച്ച് ചെയ്ത് നിൽക്കുക. റിലാക്സ് ആയിട്ട് നിവർന്ന് വരാം. നെക്സ്റ്റ് നമുക്ക് കാലുകളൊന്ന് സ്ട്രെയിറ്റ് ആക്കി വയ്ക്കാം. ഷഡ്പദാസനം പൊസിഷൻ. നന്നായിട്ട് നിവർന്നിരിക്കുക. ഷഡ്പദാസനമല്ല, പശ്ചിമോത്താസനം പൊസിഷൻ. കൈകളൊന്ന് നിവർത്തി
ശ്വാസം വിട്ടുകൊണ്ട് കാൽപാദത്തിലേക്ക് പറ്റുന്നിടത്തോളം പോവുക. പതിയെ 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 സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം നെറ്റി കാൽമുട്ടിലേക്ക് ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു വരിക. നെക്സ്റ്റ് ഉപവിഷ്ട കോണാസനം. കാലുകളൊന്ന് അകത്തി വെച്ച് ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ, ശ്വാസം വിട്ടുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് നെറ്റി കാൽമുട്ടിലേക്ക്, അതുപോലെ ശ്വാസം വിട്ടുകൊണ്ട് കാൽമുട്ടിലേക്ക് ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു വരിക. നേരെ സെന്ററിലേക്കും ശ്വാസം വിട്ടുകൊണ്ട് ഫ്രണ്ടോട്ട് ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു വരിക. നെക്സ്റ്റ് നമുക്ക് ജാനുശീർഷാസനം പൊസിഷൻ. കാലുകളൊന്ന് മടക്കി വെച്ച ശേഷം ശ്വാസം വിട്ടുകൊണ്ട് കാൽപാദത്തിലേക്ക്, ശേഷം നെറ്റി കാൽമുട്ടിലേക്ക് പറ്റുന്നിടത്തോളം പോവുക. ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു വരിക. രണ്ട് കാലിലും മാറി മാറി. അതുപോലെ തന്നെ റിലാക്സ് ആയിട്ട് ചെയ്യുക. രണ്ടും പറ്റുന്നിടത്തോളം ചെയ്യുക. പതിയെ പതിയെ കൂട്ടിക്കൊണ്ട് വരിക. ബദ്ധ കോണാസനം. രണ്ട് കാൽപാദവും ചേർത്ത് വെച്ച് ശരീരത്തോട് ചേർത്ത് വെച്ച് നട്ടെല്ലാം ദൂരത്ത് നിവർന്നിരിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് പറ്റുന്നിടത്തോളം മുമ്പോട്ട് പോവുക. ശ്വാസം വിട്ടുകൊണ്ട് എടുത്തുകൊണ്ട് നിവർന്നു വരിക. ഇതേ രീതിയിലും എല്ലാം നമുക്കൊരു 10-15 പ്രാവശ്യത്തിന് റിലാക്സ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ബട്ടർഫ്ലൈ ചെയ്താലും നല്ലതാണ്. ഇടുപ്പിലേക്കുള്ള രക്തയോട്ടം കൂട്ടാനൊക്കെ നല്ലതാണ്. അതേ പൊസിഷനിൽ റിലാക്സ് ചെയ്തിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കാലുകൾ അല്പാകത്തിൽ തന്നെ വെച്ചുകൊണ്ട് ചക്കി ജലാസനം പൊസിഷൻ. കൈകൾ മുമ്പോട്ട് കൊടുത്തു പിടിച്ചു. ഇനി പതിയെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഹിപ്പിന് നല്ലൊരു മൂവ്മെന്റ്, നടുവിന് നല്ല റിലാക്സിങ് കിട്ടും. ശ്വാസം വിട്ടുകൊണ്ട് മുമ്പോട്ട്, ശ്വാസം എടുത്തുകൊണ്ട് നിവർന്ന് എന്ന രീതിയിൽ രണ്ട് സൈഡിലേക്കും വർക്കൗട്ട് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് സുഖാസനം പൊസിഷനിൽ നിന്നിരുന്ന ശേഷം നന്നായിട്ട് നിവർന്നിരിക്കുക. ഇടത് സൈഡിലേക്ക് നോക്കി ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കാൽമുട്ടിൽ നെറ്റിമുട്ടിച്ച് നെറ്റി തറയിലേക്ക്, ശ്വാസം എടുത്തുകൊണ്ട് വലത് കാൽമുട്ടിൽ നെറ്റിമുട്ടിച്ച് ഒന്ന് നിവർന്നു വരിക. വീണ്ടും അതുപോലെ തന്നെ ശ്വാസം വിട്ടുകൊണ്ട് വലത് കാലിൽ നെറ്റിമുട്ടിച്ച് തറയിലേക്ക്, ഇടത് കാലിൽ നെറ്റിമുട്ടിച്ച് ശ്വാസം എടുത്തുകൊണ്ട് ഇടത് സൈഡിലേക്ക് നോക്കി നിവർന്നു വരിക. ഇത് നമുക്കൊരു 10-15 പ്രാവശ്യം വെച്ചിട്ട് അതും ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഹനുമാൻ പൊസിഷൻ. നമുക്ക് നല്ലൊരു നടുവിന് സ്ട്രെച്ചിങ് പ്രാക്ടീസ് ആണ്. ബ്രീത്തിങ് ശ്രദ്ധിക്കുക. പർവ്വതാസനം പൊസിഷൻ. കാലിൻ്റെ ഉപ്പൂറ്റി തറയിലേക്ക്, നെറ്റി തറയിലേക്ക് എന്ന രീതിയിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. ഇടത് കൈയുടെ സൈഡിലേക്ക് കയറ്റി വെച്ച് ശ്വാസം എടുത്തുകൊണ്ട് വന്നു. നേരെ ശ്വാസം വിട്ടുകൊണ്ട് നെറ്റി തറയിലേക്ക്, ശ്വാസം എടുത്തുകൊണ്ട് നേരെ മുകളിലേക്ക് നോട്ടം. അതുപോലെ തന്നെ ശ്വാസം വിട്ടുകൊണ്ട് ബാക്കിലേക്ക്, ശ്വാസം എടുത്തുകൊണ്ട് വലത് കൈയുടെ ഒപ്പം കയറ്റി വെച്ചു. ശ്വാസം വിട്ടുകൊണ്ട് നെറ്റി തറയിലേക്ക്, ശ്വാസം എടുത്തുകൊണ്ട് നേരെ മുകളിലേക്ക് മാറി മാറി. വീണ്ടും പർവ്വതാസനം. ശ്വാസം വിട്ടുകൊണ്ട്, ശ്വാസം എടുത്തുകൊണ്ട് കയറ്റി വെച്ചു. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്, ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്. പർവ്വതാസനം. ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു, ശ്വാസം വിട്ടുകൊണ്ട് നെറ്റി തറയിലേക്ക്, ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്. ഇതേ സ്ട്രെച്ചിങ് നമുക്കൊരു 15 പ്രാവശ്യം വെച്ചിട്ട് നമുക്കത് ചെയ്യാവുന്നതാണ്. നല്ല റിലാക്സിങ് കിട്ടും. ബാക്ക് പെയിൻ ഉണ്ടാകത്തില്ല. നട്ടലിനൊക്കെ നല്ല ബലം കിട്ടും. അപ്പോൾ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് പടുപ്പ് തോന്നുവാണെങ്കിൽ നമുക്ക് റിലാക്സ് ആയിട്ട് കിടക്കാൻ പൊസിഷൻ. ഒപ്പം നടുവിന് നല്ല റിലാക്സിങ് കിട്ടുന്ന പൊസിഷൻ. താടിയെ സപ്പോർട്ട് ചെയ്ത് വളരെ ഫ്രീ ആക്കി റിലാക്സ് ആയിട്ട് കിടക്കാം. കാലൊക്കെ റിലാക്സ് ചെയ്ത്. അപ്പം നമ്മുടെ കണ്ണിനുള്ള പ്രാക്ടീസും കൂടെ ഒന്ന് കൊടുക്കാം. ഡ്രൈനസ് നമുക്ക് മൊബൈലിൽ അധികം നേരം അല്ല ടി വി സ്ക്രീൻ, കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കിയിരുന്നു കണ്ണിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ നന്നായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ലൊരു തണുപ്പൊക്കെ ആകുമ്പോൾ കണ്ണിന് ഫീൽ ചെയ്യും. രണ്ട് സൈഡിലേക്ക് നോക്കാം, മുകളിലേക്കും താഴേക്കും റിലാക്സ് ആയിട്ടൊന്ന് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഭുജംഗാസനം. നമ്മുടെ നട്ടലിന് ബലം കൊടുത്തുകൊണ്ട് നമ്മുടെ കൈകൾ സൈഡിൽ സപ്പോർട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്താൽ മതി. കാലുകൾ അടുപ്പിച്ച് വെച്ച് കാൽപാദം നിവർത്തി ശ്വാസം എടുത്തുകൊണ്ട് നട്ടലിന് ബലം കൊടുത്ത് കോബ്ര പോസ് ഭുജംഗാസനം. ശ്വാസം വിട്ടുകൊണ്ട് ഡൗൺ, ശ്വാസം എടുത്തുകൊണ്ട് എന്ന രീതിയിൽ ഹോൾഡ് ചെയ്ത് നിലനിർത്തുന്നതാണ്. നമുക്ക് അർത്ഥശലഭാസനം പൊസിഷൻ. നമ്മുടെ നടുവിന് റിലാക്സിങ് കിട്ടുന്നതാണ്. കൈകൾ രണ്ടും നമ്മുടെ ഇടുപ്പിലേക്ക് വയ്ക്കാം. കാൽപാദം നിവർത്തി ശ്വാസം എടുത്തുകൊണ്ട് ഒരു കാല് മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് ഡൗൺ. വീണ്ടും അതുപോലെ തന്നെ ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് ഡൗൺ, താഴേക്ക്.
ശലഭാസനം പൂർണ്ണം. രണ്ട് കാലുകളും ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് ഡൗൺ എന്ന പൊസിഷനിൽ റിലാക്സ് ആവുക. റെസ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് നേരെ നമ്മൾ നമ്മുടെ അർത്ഥ പവനമുക്താസനം നമ്മുടെ നടുവേദനയ്ക്ക് വളരെ എഫക്റ്റീവാണ്. അപ്പോൾ അതും കൂടി ഒന്ന് റിലാക്സ് ആയിട്ട് കൊണ്ട് ചെയ്യാം. നമുക്ക് കിടക്കുക സ്ട്രെയിറ്റ് ആയിട്ട്. ശ്വാസം എടുത്തുകൊണ്ട് കാൽമുട്ട് നെഞ്ചോട് ചേർത്തു. ശ്വാസം വിട്ടുകൊണ്ട് നെറ്റി കാൽമുട്ടിലേക്ക്. അടുത്ത കാലം അതുപോലെ തന്നെ ശ്വാസം എടുത്തുകൊണ്ട് കാൽമുട്ട് നെഞ്ചോട് ചേർത്തു. ശ്വാസം വിട്ടുകൊണ്ട് നെറ്റി കാൽമുട്ടിലേക്ക്. അടുത്ത പാനമുക്താസനം. ഇനി പാനമുക്താസനം പൂർണ്ണം. രണ്ട് കാലുകളും ശ്വാസം എടുത്തുകൊണ്ട് നെഞ്ചോട് ചേർത്തു. ശ്വാസം വിട്ടുകൊണ്ട് നെറ്റി കാൽമുട്ടിലേക്ക്. റിലാക്സ് ചെയ്യുക. ഇതെല്ലാം നമുക്കൊരു 15 പ്രാവശ്യം വെച്ചിട്ട് ചെയ്യണം ഓരോ ഐറ്റവും. അടുത്തത് സേതുബന്ധാസനം പൊസിഷൻ. കാലുകൾ നമ്മുടെ ശരീരത്തിൽ ചേർത്ത് വയ്ക്കുക. ഇത് ചെയ്തുകൊണ്ട് ശരീരം മുകളിലേക്ക്, ഹിപ്പ് മാക്സിമം മുകളിലേക്ക് ബ്രിഡ്ജ് ബസ് ഉയർത്തുക. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. റിലാക്സ്. വീണ്ടും എടുത്തുകൊണ്ട് മുകളിലേക്ക്. ഇത് നമുക്ക് നല്ല റിലാക്സിങ് കിട്ടുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് രണ്ട് കാലുകളും ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ഹോൾഡ് ചെയ്യാം. മേരുദണ്ഡാസനം പൊസിഷൻ. നമ്മുടെ കോർ മസിൽസ് ടൈറ്റ് ആവാൻ നല്ലതാണ്. കോർ മസിൽസ് ലൂസ് ആകുമ്പോൾ തന്നെ നമുക്ക് ബാക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ചുറ്റിനുമുള്ള കോർ മസിൽസ് ടൈറ്റ് ആവാനും നമുക്കിത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് ചക്രാസനം എന്ന് പറഞ്ഞൊരു ഇതോടെ ചെയ്യാം. അത് ലാസ്റ്റ് ഏറ്റവും അവസാനം ചെയ്താൽ മതി. കാലുകളൊന്ന് അടുപ്പിച്ചു കൊണ്ടുവരിക. കൈകൾ ഷോൾഡറിന്റെ പുറകിൽ പതിപ്പിക്കുക. പതിയെ നമ്മൾ ബലം കൊടുത്ത് ഉയരാൻ ശ്രമിക്കുക. നന്നായിട്ട് ഹോൾഡ് ചെയ്ത് ഉയരാൻ ശ്രമിക്കുക. പതിയെ ചെയ്താൽ മതി. നമുക്ക് നടുവിന് നല്ല ബലം കിട്ടുന്നതാണ്. ഇനി അടുത്ത് നമുക്ക് ധനുരാസനം, ധോലാസനം. ധോലാസനം എന്ന് പറയുമ്പോൾ നമുക്ക് കൈ സ്ട്രെയിറ്റ് ആക്കി, കാലും സ്ട്രെയിറ്റ് ആക്കി, വയറിന്റെ ഭാഗം മാത്രം തറയിൽ പതിപ്പിച്ച് നിൽക്കുന്നൊരു പൊസിഷൻ ധോലാസനം പൊസിഷൻ. അർത്ഥധനുരാസനം പൊസിഷൻ. ഒരു കൈ സ്ട്രെയിറ്റ് ആക്കി, അതായത് ഇടത് കൈ സ്ട്രെയിറ്റ് ആക്കി വലത് കാൽപാദത്തിലേക്ക് പിടിച്ച് വയറ് മാത്രം ടച്ച് ചെയ്ത് മുകളിലേക്ക് വളയ്ക്കുക. ഇടത് കാലും കൂടെ തറയിൽ നിന്ന് ഉയർത്തുക. നെക്സ്റ്റ് അതുപോലെ തന്നെ ഇടത് കാൽപാദത്തിലേക്ക് ഇടത് കൈ കൊണ്ട് പിടിച്ചു, വലത് കൈ ഉയർത്തി പിടിച്ചു, ഇടത് കാലും തറയിൽ നിന്ന് ഉയർത്തി, വലത് കാലും തറയിൽ നിന്ന് ഉയർത്തി പിടിച്ചു, ഹോൾഡ് ചെയ്യുക. വയറ് മാത്രം തറയിൽ പതിപ്പിച്ച്. അർത്ഥ ധനുരാസനം പൊസിഷൻ. ഇനി നമുക്ക് ധനുരാസനം പൊസിഷൻ പൂർണ്ണം. രണ്ട് കാൽപാദങ്ങളിലേക്ക് പിടിച്ച് വളഞ്ഞ് വില്ല് പോലെ വളഞ്ഞു നിൽക്കുക. ഇത് നമ്മുടെ നടുവേദനയ്ക്ക് ഫലപ്രദമായ ഒന്നാണ്. ഇനി നമുക്കൊന്ന് റിലാക്സ് സ്ട്രെച്ചിങ് കൂടെ ചെയ്യാം. നമുക്ക് വലത് കാലം മടക്കി ഇടത് കാലിന്റെ മടക്കിലേക്ക് വയ്ക്കുക. അതിനുശേഷം ഇടത് കാല് പതിയെ വളച്ച് വലത് സൈഡിലേക്ക് നമുക്ക് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. ഹോൾഡ് ചെയ്യാം. നമ്മുടെ ഷോൾഡർ രണ്ടും സ്ട്രെയിറ്റ് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. വീണ്ടും നിവർന്നു വരിക. വലത് കാൽ മടക്കി ഇടത് കാലിന്റെ മടക്കിലേക്ക് വയ്ക്കുക. വലത് കാൽ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് ഇടത് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. നടുവിന് നല്ല റിലാക്സിങ് കിട്ടും. അതിനുശേഷം നമുക്ക് ഒന്ന് തിരിഞ്ഞെടുക്കാം. നേരെ അടുത്ത സ്ട്രെച്ചിങ്. റിലാക്സ് ആയിട്ട് കാൽപാദത്തിന് മുകളിലേക്ക്, ഏത് കാൽമുട്ടിൻ്റെ മുകളിലേക്ക് വലത് കാൽ കയറ്റി വെച്ച ശേഷം രണ്ട് സൈഡിലേക്കും പതിയെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡിലേക്കും റിലാക്സ് ആയിട്ട് രണ്ട് സൈഡിലേക്കും റിലാക്സ് ആയിട്ട് സ്ട്രെച്ച് ചെയ്യാം. അടുത്ത കാലം അതുപോലെ തന്നെ രണ്ട് സൈഡിലേക്കും റിലാക്സ് ആയിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. നടുവിന് നല്ല റിലാക്സിങ് കിട്ടും. പിന്നെ നമ്മുടെ കൈയുടെ ഉള്ളിൽ, കാലിൻ്റെ ഉള്ളിലേക്ക് കോർത്ത് പിടിച്ച് പതിയെ നമ്മുടെ നെറ്റിയിലേക്ക് അടുപ്പിക്കുന്നതും വളരെ
നടുവിന് നല്ല സുഖകരമായിട്ട് ഒരു ഫീൽ ചെയ്യും. സ്കാറ്റിക് മസിൽസ് ഒക്കെ ഒന്ന് ഫ്രീ ആവും. ഇതേ രീതിയിൽ നടത്തിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വലത് കാൽ ഉയർത്തി ഇടത് കാൽമുട്ടിലേക്ക് ചവിട്ടി പിടിക്കുക. ഇടത് കാൽപാദത്തിലേക്ക് വലത് കൈ കൊണ്ടും പിടിക്കുക. ഇടത് കൈ നേരെ വലത് കാൽമുട്ടിലേക്ക് പിടിച്ച ശേഷം വലത് കാൽമുട്ടി ഇങ്ങനെ തറയിലേക്ക് കൊണ്ട് മുട്ടിക്കാൻ ശ്രമിക്കുക. ഷോൾഡർ രണ്ടും തറയിൽ ടച്ച് ചെയ്തിരിക്കുക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. നല്ല റിലാക്സിങ് കിട്ടും. അതുപോലെ തന്നെ ഇടത് കാൽപാദത്തിലേക്ക് വലത് കാൽപാദത്തിലേക്ക് ഇടത് കൈ കൊണ്ട് പിടിക്കുക. വലത് കാൽമുട്ട ചവിട്ടി പിടിക്കുക. വലത് കൈ കൊണ്ട് ഇടത് കാൽമുട്ട് പതിയെ പിടിച്ച് വലത് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. കൈകൾ സൈഡിലേക്ക് ആക്കി വെച്ച ശേഷം കാലുകൾ അല്പം ഒന്ന് അകത്തി വയ്ക്കുക. രണ്ട് കാലുകളും ഇടത് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. വലത് സൈഡിലേക്ക് നോട്ടം. രണ്ട് കാലും വലത് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. ഇടത് സൈഡിലേക്ക് നോട്ടം. ഇത് നമ്മുടെ നട്ടലിന് നല്ല റിലാക്സിങ് കിട്ടുന്ന ഒരു പ്രാക്ടീസ് കൂടിയാണ്. ഇനി നമുക്കൊന്ന് നിവർന്ന് വരാം. നിവർന്ന് വന്ന ശേഷം ഒരു ഐറ്റം വാക്രാസനം പൊസിഷൻ, ജസ്റ്റ് ഒന്ന് വക്രാസനം പൊസിഷനിലും അല്ലെങ്കിൽ അർദ്ധമത്സ്യാന്തരം പൊസിഷനിൽ നമുക്ക് കാല് മടക്കി വയ്ക്കാം. അതിനുശേഷം വലത് കാലിൻ്റെ മുട്ടിൻ്റെ സൈഡിലേക്ക് വെച്ച ശേഷം നന്നായിട്ടൊന്ന് ബാക്കിലേക്ക് നോക്കി ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യാം. കാലിലേക്ക് പിടിച്ചുകൊണ്ടും ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്കും ഇടത് കാല് വലത് കാൽ മുട്ടിൻ്റെ സൈഡിൽ വെച്ച ശേഷം വലത് കൈ ഇടത് കാലിൻ്റെ മുട്ടിൻ്റെ സൈഡിൽ വന്ന ശേഷം നന്നായിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. വക്രാസനം പൊസിഷനും അർദ്ധമത്സ്യേന്ദ്രിയാസനം പൊസിഷനും നന്നായിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യാവുന്നതാണ്. ഇത്തരം പ്രാക്ടീസ് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നട്ടലിന് നല്ല റിലാക്സിങ് കിട്ടുന്നതാണ്. ഇതെല്ലാം ഓരോ ദിവസം കൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ചല്ല എങ്കിൽ പോലും ഓരോ ദിവസം പതിയെ പ്രാക്ടീസ് എണ്ണം കൂട്ടി നമുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല റിലാക്സിങ് കിട്ടും നമുക്ക് നട്ടലിന്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ വെള്ളം കുടി നന്നായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. 2-2.5 ലിറ്റർ വെള്ളം 3 ലിറ്റർ വെള്ളമോളം നമ്മൾ കുടിക്കാൻ ശ്രമിക്കുക. വൈറ്റമിൻ ഡി സപ്ലൈ നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ബാക്കി ഹെൽത്തിൻ്റെ ഡീറ്റെയിൽസും മറവ് പൊസിഷനൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.